ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. തണ്ണിമത്തൻ ജീവനെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? മലയാളികൾ ഒന്ന് ചില്ലാവാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിന് കൂടെയോ അല്ലെങ്കിൽ ശേഷമോ തണ്ണിമത്തൻ കഴിക്കുന്ന ഒരു ശീലം ഈ ചൂടിന് പ്രത്യേകിച്ച് ഉണ്ട്. മലയാളികളുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ തണ്ണിമത്തൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ജ്യൂസായിട്ടും അല്ലാതെയുമെല്ലാം മലയാളികൾ അത് കഴിക്കാറുമുണ്ട്. എന്നാൽ വളരെ നൊമ്പരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. തണ്ണിമത്തൻ കഴിച്ച ഒരു കുടുംബത്തിലെ 4 പേർ ഛർദിയും വയറിളക്കവും വന്ന് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഭക്ഷ്യവിഷബാധയാണ് എന്നാണ് സംശയം. അവരുടെ ജീവൻ, ഈ 4 പേരും ജീവനോടെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. തീർച്ചയായിട്ടും 4 പേരും മരണമടഞ്ഞിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം തണ്ണിമത്തനാണ് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും, രാത്രി 10:30 ഒരു കുടുംബത്തിലെ 4 പേർ തീർച്ചയായിട്ടും ബിരിയാണി കഴിക്കുകയാണ്. ആ ബിരിയാണി കഴിച്ചതിന് ശേഷം അവരെ ഒപ്പരം തീർച്ചയായിട്ടും അവരുടെ കുടുംബക്കാരും അതുപോലെ തന്നെ അയൽവാസികളും എല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം രാത്രി 10:30 ഈ ബിരിയാണിയെല്ലാം കഴിച്ചതിന് ശേഷം വിട പറഞ്ഞു പോകുന്നു. ഏകദേശം രാത്രി ഒരു 1 മണിയോടുകൂടി തണ്ണിമത്തൻ മുറിച്ചതിന് ശേഷം ഈ കുടുംബത്തിലെ 4 പേരും അത് ഭക്ഷിക്കുകയാണ്. അതിനുശേഷമാണ് അവർക്ക് വയറിളക്കും അതുപോലെ തന്നെ ഛർദിയും എല്ലാം അനുഭവപ്പെടുന്നത്. പിറ്റേന്ന് രാവിലത്തോടു കൂടിയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നു. അതിനുശേഷം കാണിച്ചതിന് ശേഷം ഹോസ്പിറ്റൽ ചികിത്സ തേടിയെങ്കിലും അവർക്ക് ജീവൻ രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. ഒരു കുടുംബത്തിലെ 4 പേരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അബ്ദുള്ള എന്ന് പറയുന്ന 40 വയസ്സുള്ള ഒരാളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നസ്രീൻ എന്ന് പറയുന്ന യുവതിയും അതുപോലെ തന്നെ അവരുടെ മക്കളായ ആയിഷയും അതുപോലെ തന്നെ സൈനബയുമാണ് തീർച്ചയായിട്ടും ഈ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടാണ് എന്ന് പറയുന്നു മരണമടഞ്ഞിരിക്കുകയാണ്. ഈ 4 പേരും തീർച്ചയായിട്ടും ഇന്ന് ജീവനോടെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാത്രി 1:30 അവർ ഈ ബിരിയാണിക്ക് മുകളിലായിട്ട് ഈ തണ്ണിമത്തൻ കഴിച്ചത്. പക്ഷേ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും മരണകാരണം ചിലപ്പോൾ ബിരിയാണിയാണ് എന്ന്. ഞാൻ പറഞ്ഞതുപോലെ ഇവർ ഒറ്റക്കല്ല ആ ബിരിയാണി കഴിച്ചത്. അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട്സും കൂടിയിരുന്നാണ് ബിരിയാണി കഴിച്ചത്. അവർക്കൊന്നും ഈ ഭക്ഷണത്തിൻ്റെ പോയ്സണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. തീർച്ചയായിട്ടും ഈ ഇപ്പോൾ ചൂട് കാലങ്ങളിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് തണ്ണിമത്തൻ കിട്ടുന്ന ഒരു സീസണാണ്. പക്ഷേ ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് തണ്ണിമത്തനിലെ രാസവസ്തുക്കളും മറ്റും കുത്തിവെച്ചിട്ടാണ് മധുരങ്ങളും മറ്റും ഉണ്ടാക്കിയെടുക്കുന്നത്. അത്തരത്തിൽപ്പെട്ട തണ്ണിമത്തനാണോ എന്ന് സംശയമുണ്ട്. തീർച്ചയായിട്ടും മരണകാരണം തീർച്ചയായിട്ടും ഇനി അവരുടെ ഒരു ഫോറൻസിക് റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. നമുക്കെന്താണ് പോലീസ് പറയുന്നത്, നമുക്കതൊന്ന് കേൾക്കാം. जेजेमार पुलिस थाने में एक अननेचुरल डेथ की रिपोर्ट दर्ज की गई है, जिसमें एक ही मुस्लिम फैमिली के 4 सदस्य जो थे, हस्बैंड वाइफ और उनकी 2 बेटियां, इनकी मौत हुई है. इसमें 25 अप्रैल को उन्होंने घर पे और भी कुछ रिश्तेदार घर पे बुलाए थे, उनके साथ बैठ के खाना खाया था. उसके बाद एक करीबन रात के 10 साढ़े 10 बजे खाना खाने के बाद बाकी सब रिश्तेदार चले गए थे और रात में 1-1.5 के करीब उन्होंने तरबूज खाया था. അപ്പോൾ പോലീസ് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഏകദേശം ഏപ്രിൽ 25 ഈ ഒരു സംഭവം ഉണ്ടായത്. രാത്രി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബിരിയാണി ഭക്ഷണമാണ് അവരെല്ലാവരും കഴിച്ചത്. അവർ ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ കുടുംബങ്ങളും ചേർന്ന് പങ്കിട്ടാണ് അത് കഴിച്ചത്. അതിനുശേഷം അവർ പിരിയുന്നു. രാത്രി ഏകദേശം 1:30 അവർ വീട്ടിൽ നിന്ന് ഈ തണ്ണിമത്തൻ മുറിച്ച് കഴിക്കുന്നത്. അതിനുശേഷം അവർക്ക് കാര്യമായ അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. പിറ്റേന്ന് രാവിലെ ഏകദേശം 6 അതുപോലെ തന്നെ വയറിളക്കവും ഛർദിയും അനുഭവപ്പെടുന്നത്. അതിനുശേഷം അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നു. അവർക്കും പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എങ്കിലും തീർച്ചയായിട്ടും ചികിത്സ കൊടുത്തതിന് ശേഷവും ഒരു ജീവനും രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിലെ 4 പേരാണ്, ഒരു വാപ്പയും ഒരു ഉമ്മയും അതുപോലെ തന്നെ 2 മക്കളും. അഗാധമായ ഒരു സങ്കടത്തിലാണ് ഒരു നാട് മൊത്തം. അതിന് കാരണക്കാരനായത്, ഒരു വില്ലനായത് തണ്ണിമത്തൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായി ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ് എന്നുള്ളതും ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ചൂടിനൊരു ശമനം കിട്ടാൻ വേണ്ടി മലയാളികളുടെ മേശപ്പുറത്ത് ഇന്ന് സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ തണ്ണിമത്തൻ. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഞാൻ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. തീർച്ചയായിട്ടും തണ്ണിമത്തനൊക്കെ വാങ്ങുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ സമയവുമെല്ലാം തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മളൊന്നിനും അഡിക്റ്റ് ആവാതിരിക്കുക. കാരണം കൂടുതൽ
ഇത്തരത്തിലുള്ള പാനീയങ്ങളും ഈ ആഹാരങ്ങളും എല്ലാം രാത്രി കാലങ്ങളിൽ കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉറക്കിൻ്റെ സമയത്ത് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായിട്ടും ഈ മരണം അഗാധമായ നമ്മളെ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ കുടുംബത്തിന് പഠിച്ച തമ്പുരാൻ ക്ഷമ കൊടുക്കട്ടെ, അതുപോലെ തന്നെ അവരുടെ ഖബറുകൾ തീർച്ചയായിട്ടും വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്കിപ്പോൾ സാധിക്കുകയുള്ളൂ. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.